അപ്പോൾ നമ്മളൊന്ന് നീരാളിനെ ഗ്രിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ ദുബായ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ലേശം ക്ലീൻ ചെയ്ത് തന്നാണ് അവർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ലേശം ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അല്ല ബ്ലാക്ക് കാണുന്നതൊക്കെ എന്താ പറയുക, ഇതിൻ്റെ ഒരു തൊലിയാണത്. അത് ശരിക്കും ക്ലീൻ ചെയ്തില്ല. നമ്മൾ പറഞ്ഞവിടെ നമ്മൾ മാർക്കറ്റിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു. അവന് 7 ദിർഹവും വാങ്ങിയതിന്. ഈച്ച വരും. കാര്യം എന്താ പറയുക, ഇത് മീനിൽ ഉൾപ്പെട്ട സംഭവമാണത്. അതുകൊണ്ട് ഈച്ച ചെറുതായി വരാനുള്ള സാധ്യതയുണ്ട്. ഈ കണവ കൂന്തൽ എന്നൊക്കെ പറയില്ലേ, ആ ഐറ്റത്തിൽ അതിൻ്റെ ഒരു സ്വഭാവമുള്ളൊരു മത്സ്യമാണത്. നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കണ്ട. എന്തായാലും നമുക്കിത് ഗ്രിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് സൂപ്പൊക്കെ വെച്ച് കഴിക്കും ഇവിടെ അറബികൾ. ഇത് കാണുമ്പോൾ ആളൊരു വീഗനെ പോലെ ഇരിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വേസ്റ്റൊക്കെ കളഞ്ഞപ്പോൾ നല്ല ഭംഗിയായി. ഇത് ചെറിയൊരു ലൈനൊക്കെ ഇട്ട് കൊടുക്കും മുകളിൽ കൂടിയേ. അപ്പോൾ എല്ലാവിടെയും മസാലയൊക്കെ നിറങ്ങും. ചെറിയൊരു ലൈനിട്ടാൽ മസാല ഉള്ളിൽ നല്ലോണം പിടിക്കും. അപ്പോൾ ചില വലിയ പീസിലൊക്കെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നമുക്കിതിനൊന്ന് കഴുകിയെടുക്കണം നല്ലപോലെ. അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വന്നാണ്, എങ്കിലും നമ്മുടെ മനസ്സമാനത്തിന് 1-2 തവണ കഴുകണം. ഈ വെള്ളം നമുക്ക് ഈ മരച്ചോട്ടിൽ ഒഴിക്കാം. അവിടെ നിന്ന് വൃത്തികേടാക്കാൻ പാടില്ല. നമ്മളൊരു 2-3 തവണ കഴുകി എടുത്തിട്ടുണ്ട്. മതി. നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം മുളക് പൊടി, അത് 2-2.25 കിലോ ഉണ്ട് അത് സാധനം. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി. നമ്മൾ ഈ മീനൊക്കെ ഫിഷൊക്കെ ഗ്രിൽ ചെയ്യും പോലെയാണ് തന്നെയാണ് ഇതും ഗ്രിൽ ചെയ്യണത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇവിടെ നമുക്ക് ദുബായിൽ ഇങ്ങനെ ഡപ്പയിൽ കിട്ടും. ദുബായ് നമ്മുടെ നാട്ടിലും കിട്ടും. ഞാൻ പിന്നെ അരക്കാറാണ് പതിവ്. ഇച്ചിരി സൗണ്ട് ഉണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പാർക്കാണ്. പാർക്കിൻ്റെ പുറത്തായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. നല്ല നീരുള്ളതാണെങ്കിൽ ഒരു നാരങ്ങ പിഴിയാം, അല്ലെങ്കിൽ 2 പിഴിയേണ്ടി വരും. അപ്പോൾ നല്ല നീരുണ്ട് നാരങ്ങയ്ക്ക്, അപ്പോൾ ഒരു നാരങ്ങ മതി. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇവിടുത്തെ ഉപ്പ് ഭയങ്കര കാഠിന്യമാണ് കേട്ടോ. ഇവിടെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകൾ നോക്കിയിട്ട് ഉപ്പിടാവും, അല്ലെങ്കിൽ സംഗതി കുടുങ്ങിപ്പോവും. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അത് ഒരുപാട് കട്ടിയായി. നമ്മുടെ മസാല റെഡി ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ നീരാളിൽ തേച്ച് പിടിപ്പിക്കുക. സാധനത്തിലാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വരെ. നമുക്കിത് തേച്ച് പിടിപ്പിച്ചാൽ സംഗതി ഉഷാറായി. പിടിക്കില്ലേ സാധനത്തിൽ. ഇപ്പോൾ ഒരു 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചാലേ ശരിക്കും പിടിക്കുള്ളൂ. നമ്മുടെ കൂന്തലിൻ്റെ ആ ഒരു സ്റ്റൈലാണത്. ഒരു പരുവത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇവനെ ഒരു 1 മണിക്കൂർ റെസ്റ്റിന് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ കറക്റ്റായി ഉപ്പ് സാധനങ്ങളൊക്കെ അതിൽ പിടിച്ചോളും. അപ്പോൾ ഇത് നമുക്ക് കരിയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാം. അവിടെ ഇരിക്കട്ടെ, ഒരു 1 മണിക്കൂർ റെസ്റ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കരി കുറച്ചിട്ടിട്ട് ഒന്ന് കത്തിച്ചെടുക്കണം. അങ്ങനെ ഇത് വലിയ കരിയല്ലേ, ഫുള്ളായി. കരിന് കത്തിക്കാം. ഇത് കരി കത്തിക്കാനുള്ളൊരു ജെല്ലാണ്, പക്ഷേ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് കെമിക്കലാണ് സാധനം. ഒരു വെള്ള സാധനം കിട്ടുമായിരുന്നു, അത് കിട്ടിയില്ല. എന്നിട്ട് പെട്ടെന്ന് കത്തും. നമുക്ക് കത്തിച്ച് നോക്കാം. നല്ല ഇതുണ്ട് കേട്ടോ, പതുക്കെ കത്തിത്തീരണമാണ്. ഇത് മുഴുവൻ കത്തി, ഈ ജെല്ലിൻ്റെ മുഴുവൻ ഇത് തീർന്നിട്ടേ നമ്മൾ ഇത് കുക്ക് ചെയ്യണുള്ളൂ. ഓക്കെ, ഇത് പിടിക്കട്ടെ. വട്ടത്തിൽ കരി വെച്ചിട്ടുണ്ട്. നമ്മുടെ കരി നല്ലോണം കനലായിട്ട് ഗ്രില്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നീരാളെ ഗ്രില്ലിൽ വെച്ച് കൊടുക്കാം. ഓരോ സെക്ഷനായിട്ട് വെച്ചാൽ പെട്ടെന്ന് വേകും.
പിന്നെ ചുരുങ്ങൂറ് അല്ല ചുരുങ്ങാൻ തുടങ്ങിയത്. ഇത് ഒന്ന് ചൂടാന്ന് ചുരുങ്ങി ചെറുതാവുന്നത്. ഇത് ഉള്ളിലേക്ക് പോയി. ഓക്കെ, നമുക്ക് ഒന്ന് മറിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കണം സംഭവം. ഗ്രില്ലിൽ ഒട്ടിപ്പിടിച്ചാൽ ഇല്ലല്ല, വേഗനേ ഉള്ളൂ. ഈ സംഭവത്തിനകത്ത് വെച്ചിട്ടാണ് ശരിക്കും ഗ്രിൽ ചെയ്യുക. നമ്മൾ പിന്നെ എടുത്ത് താഴെ വെച്ചു, അകത്ത് വെച്ചൊരു രസമില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ടിട്ടത് വെന്ത് വരുന്നേ ഉള്ളൂ. ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണയില്ലാണ്ട് ഇവനാകെ പ്രശ്നമാണ്. എണ്ണ തീക്കകത്ത് പോകുമ്പോൾ ഇതാകണം. മതി. അപ്പോൾ നമ്മുടെ സംഗതി ഒരു ഏകദേശം വെന്തിട്ട് തോന്നുന്നു. അയ്യോ, തീ ഭയങ്കര ചൂടാണ്, അടുത്ത് നിൽക്കാൻ പറ്റില്ല. നമുക്ക് വെച്ചിട്ട് ടേസ്റ്റ് നോക്കാം. നീരാളി ചന്തത്തിലിരിക്കട്ടെ. അപ്പോൾ നമ്മൾ നീരാളി ടേസ്റ്റ് നോക്കാനായിട്ട് പോവാണ്. ഇച്ചിരി നാരങ്ങയൊക്കെ പൊഴിഞ്ഞ് സുന്ദരൻ. ഇതൊരു റബ്ബർ പോലുള്ള ഇറച്ചിയാണ് അല്ലേ അക്കാ? ഇത് മീനിൻ്റെ ഉസ്താദാണ് നമ്മുടെ അൻസാർക്ക, മീനിൻ്റെ രാജാവാണ് പുള്ളി. ഇത് റബ്ബർ പോലെ ഇരിക്കുന്ന പറഞ്ഞത്. ഞാനൊരു പീസ് ചെറുതൊരു പീസ് വെന്തോ നോക്കാൻ വേണ്ടി എടുത്തിട്ടായിരുന്നു. അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അല്ലേ? ശരിക്കും അത് ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. വെന്തിട്ടുണ്ട്, നമ്മൾ കഴിച്ചു നോക്കി. നമ്മൾ ആദ്യമായിട്ട് കഴിക്കാതെ ടേസ്റ്റ് ഉണ്ടല്ലേ? നമ്മുടെ കണവ റബ്ബർ പോലെ കിടക്കുമല്ലോ നമ്മളല്ലേ? വെന്ത് കഴിഞ്ഞാലും അല്ലേ നമ്മൾ കറിക്കകത്തിട്ടോ. തിക്കാണ്, ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് നമുക്ക് കഴിക്കാത്തതുകൊണ്ട്. ഇത് കൂടുതലും കഴിക്കുന്നത് അറബികളാണ് അല്ലേ? അതെ, ഇവിടുത്തെ അറബികളാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. ഇത് വിലയും ഉണ്ട് കേട്ടാ. ഇത് ഒരു കിലോ 35 ദിർഹം അല്ലേ? ഒരു കിലോ 35 ദിർഹം ഉണ്ട്. ഇതാരാന്നറിയാം? ഇത് നമ്മുടെ നെല്ലറ പറഞ്ഞ പ്രോഡക്റ്റിന്റെ സ്ഥാപകനാണ്. അരിയക്കില്ലേ അല്ലേ? സ്ഥാപകനല്ല, പാർട്ട്ണറാണ്. സ്ഥാപകനിൽ പെട്ടാണ്. ഓക്കെ. അരിയക്കില്ലേ നിങ്ങളുടെ ഇതില്? ആ, നെല്ലറ ഗ്രൂപ്പ്. അവർക്ക് ഇവിടെയാണ് കൂടുതൽ ബിസിനസ് തോന്നുന്നു അല്ലേ? നാട്ടിലൊക്കെ ഉണ്ടല്ലോ? നാട്ടിലുണ്ട്. കഴിക്കും. മടുത്തു നിങ്ങൾക്ക് അപ്പോഴേക്കും? എനിക്കിഷ്ടപ്പെട്ടു. വെന്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സംഭവം. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എഴുതി നോക്കുക. അതാണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചത്. എന്നും മത്തിയും അഴിഞ്ഞുണ്ടാക്കിയ കാര്യമല്ല അല്ലേ? പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കണം. അതെ, പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കാം. ഇത്തിരി ബലമുണ്ട്, ഇത്തിരി അല്ല, പക്ഷെ വെന്തിട്ടുണ്ട്. സംഭവം വന്നിട്ടുണ്ട് അല്ലേ? വെന്തിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കിയോ? അതെ അല്ലേ? ലോബ്സ്റ്റർ ആദ്യം സോഫ്റ്റ് ആയിരുന്നു, കറി വെച്ച് വന്നപ്പോൾ ഒരു മുറുക്കുണ്ടായിരുന്നു അല്ലേ? മസാല ശരിക്കും പിടിച്ച പോലെ തോന്നുന്നുണ്ട്. നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് വെച്ചല്ലോ, അത് അകത്തൊക്കെ ഇറങ്ങി ശരിക്കാം. എന്തും ഗ്രില്ലിയാണെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് വെക്കണം, അപ്പോൾ ശരിക്കും മസാല കയറുക. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല റെസിപ്പി വീണ്ടും കാണാം. ദുബായിൽ നിന്ന് ബൈ.